ഹലോ, ചാരോ വിത്ത് അനല. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്, നിങ്ങളുടെ നിങ്ങളെ വിട്ടുപോയിട്ടുള്ള നിങ്ങളുടെ പാർട്ട്ണർ ഇപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്താണ് അവരുടെ മനസ്സിലുള്ളത്, നിങ്ങളെക്കുറിച്ചുള്ള അവരുടെ തോട്ട്സ് എന്താണ്, അവരുടെ അടുത്ത പ്ലാൻ എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് ചെക്ക് ചെയ്യുന്നത്. എപ്പോഴത്തെയും പോലെ നമുക്ക് 2 പൈൽസാണുള്ളത്, പൈൽ 1 ആൻഡ് 2 സെലക്ട് ചെയ്യാം. അതിനുശേഷം ഒരു ഡീപ്പ് ബ്രെത്ത് എടുത്ത് യൂണിവേഴ്സിന് എന്ത് മെസ്സേജ് ആയാലും അത് സ്വീകരിക്കാനുള്ള മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയ ശേഷം മാത്രം വീഡിയോ കാണുക. ഒരു പ്രത്യേക തരത്തിലുള്ള റിസൾട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ റീഡിംഗ് കാണരുത്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ടാരോ റീഡിങ്ങിനൊപ്പം നമ്മൾ ഓറ റീഡിംഗ്, റേക്കി ഹീലിംഗ്, ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റ്സ് എന്നീ സർവീസുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർ DM ചെയ്യുക, നമുക്ക് സംസാരിക്കാം. പൈൽ നമ്പർ 1ൻ്റെ റീഡിങ്ങിലേക്ക് പോവാം. ഞാൻ കാർഡ്സ് എല്ലാം റിവീൽ ചെയ്തിട്ടുണ്ട്. അവരുടെ കറണ്ട് ഇമോഷണൽ സ്റ്റേറ്റ്, ഇപ്പോഴത്തെ അവരുടെ ഒരു ഇമോഷണൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്, നമുക്ക് ആ സമയത്ത് 2 കാർഡ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ലവേഴ്സ് കാർഡും 7 ഓഫ് പെൻറ്റക്കിൾസും വന്നിട്ടുണ്ടായിരുന്നു. അത് സൂചിപ്പിക്കുന്നത് അവരൊരു ആലോചനയിലാണ്. നിങ്ങളുമായി കമ്മിറ്റഡ് ആവാൻ വേണ്ടിയിട്ട് എടുത്ത ആ ഒരു തീരുമാനം ശരിയായിരുന്നോ, അതിൻ്റെ കാര്യകാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് വാല്യുവേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു എനർജിയാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഈ റിലേഷനെ കുറിച്ച് അവർ പുനരവലോകനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ തീരുമാനം ശരിയായിരുന്നോ, എനിക്ക് പ്രധാനപ്പെട്ട എന്തോ ഒന്നാണോ ഞാൻ നഷ്ടപ്പെടുത്തിയത്, ഈ റിലേഷൻഷിപ്പിൽ നിന്നും ഞാൻ എന്താണ് പഠിച്ചത് അല്ലെങ്കിൽ പഠിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ അവർ ആലോചിച്ച് അനലൈസ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അവരുടെ കറൻറ്റ് ലൈഫ് സിറ്റുവേഷൻ, ഇപ്പോഴുള്ള അവരുടെ ലൈഫ് സിറ്റുവേഷനായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നത് സൺ കാർഡാണ്. അത് ആക്ച്വലി അവർക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു കാർഡാണ്. അവർക്ക് ഈ റിലേഷൻ വളരെ ഡീപ്പായിട്ടുള്ള ഒരു മുറിവ് സമ്മാനിച്ചിട്ടുണ്ട്. അതിൽ നിന്നും പുറത്തു വരാനുള്ള ഒരു ശ്രമത്തിലാണ് അവരുള്ളത്. ഇത് ഒരു തരത്തിൽ നിങ്ങൾക്കും പോസിറ്റീവാണ്. കാരണം ആ പേഴ്സൺ ഹീലാവുന്നതോടുകൂടിയാണ് നിങ്ങളുടെ കർമ്മ അവസാനിക്കുന്നത്. ആ ആൾ ഹീലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു കർമ്മ ബാക്കിയാവാനുള്ള സാധ്യതയാണ് ഉള്ളത്. നിങ്ങൾ ഈ റിലേഷൻ പിരിഞ്ഞു പോകുന്ന സമയത്ത് തെറ്റ് അവരുടെ ഭാഗത്താണെങ്കിലും നിങ്ങളുടെ ഭാഗത്താണെങ്കിലും ഒരു കർമ്മ ബോണ്ട് അവിടെ ഉണ്ടാകുന്നുണ്ട്. അവർ ഹീലാവുമ്പോൾ അതിൻ്റെ ഗുണം അവർക്ക് മാത്രമല്ല നിങ്ങൾക്കും കൂടിയാണ് കിട്ടുന്നത് എന്ന് മനസ്സിലാക്കുക. സൺ കാർഡ് എന്ന് പറയുമ്പോൾ ആ സാധാരണഗതിയിൽ ഒരു ഹാപ്പിനെസ്, സെൽഫ് ഇംപ്രൂവ്മെൻറ്റിൻ്റെ ഒക്കെ ഒരു കാർഡാണ്, ഹീലിങ്ങിൻ്റെ കാർഡാണ്. അവർ ഹാപ്പിയായി എന്നല്ല ഞാൻ പറയുന്നത്, അതിലേക്കുള്ള ഒരു ശ്രമത്തിലാണ് അവർ. ഉണ്ടായിട്ടുള്ള വേദനകളെ മറന്ന് ശ്രമിക്കുകയാണ് അവർ. നഷ്ടപ്പെട്ടു പോയ ജീവിതം തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അവർ നിങ്ങളെക്കുറിച്ച് എന്താണ് ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ആ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ടെമ്പറൻസ് കാർഡാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവരൊരു ഇവാലുവേഷൻ സ്റ്റേറ്റിലാണ് ഇപ്പോഴും ഉള്ളത്. മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ അവർ ചിന്തിക്കുന്നുമുണ്ട്, എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയത്, ആരാണ് തെറ്റ് ചെയ്തത്, എൻ്റെ ഭാഗത്തുള്ള തെറ്റെന്തായിരുന്നു, എൻ്റെ പാർട്ട്ണറുടെ ഭാഗത്തുള്ള തെറ്റെന്തായിരുന്നു തുടങ്ങിയ ചിന്തകൾ അവരുടെ മനസ്സിൽ നിന്ന് ഇപ്പോഴും മാറിയിട്ടില്ല. സമാധാനം തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തുണ്ട്, പക്ഷേ അത് പൂർണ്ണമായിട്ടും സക്സസ്ഫുൾ ആയിട്ടില്ല. ഇപ്പോഴും ഈ റിലേഷനെക്കുറിച്ചുള്ള ടെൻഷനും ചിന്തകളൊക്കെ അവരുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷേ അതിൽ നിന്ന് പുറത്തു വരാനുള്ള ശ്രമങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. കുറച്ചുകൂടി ക്ഷമയോടുകൂടി, കുറച്ചുകൂടി കോംപ്രമൈസോടുകൂടി മുന്നോട്ട് പോകേണ്ടതായിരുന്നു എന്നൊരു ലെസൺ അവർ മനസ്സിലാക്കുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ ഒരു ബന്ധത്തിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ബാലൻസ് ഉണ്ടാവേണ്ടതായിരുന്നു എന്നും ഒരു ബെറ്റർ ടൈമിംഗ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവേണ്ടതായിരുന്നു, നിങ്ങൾ കണക്റ്റ് ആയിട്ടുള്ള ആ ഒരു സമയം കുറച്ചുകൂടി ബെറ്റർ ആവേണ്ടതായിരുന്നു, അങ്ങനെയുള്ള ചിന്തകളൊക്കെ അവർക്ക് ഈ സമയത്ത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അവർ എന്തിനെക്കുറിച്ച് ഓർത്താണ് പശ്ചാത്തപിക്കുന്നത് എന്ന് നോക്കാം. കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്റ്റെബിലിറ്റി, കമ്മിറ്റ്മെൻറ്റ് എന്നൊക്കെയാണ്. അവർ ഈ ബന്ധത്തിൽ ആവശ്യത്തിന് റെസ്പോൺസിബിൾ ആയിരുന്നോ എന്നുള്ളൊരു ഇവാലുവേഷൻ. അവർ നിങ്ങൾക്ക് കുറച്ചുകൂടി എഫേർട്ട് ഇട്ട് ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കേണ്ടതായിരുന്നു എന്നുള്ള ഒരു സംശയം. കുറച്ചുകൂടി കാര്യങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് എഫേർട്ട് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഈ റിലേഷൻ ലോങ് ടേമിൽ കൊണ്ടുപോകാൻ സാധിക്കുമായിരുന്നല്ലോ എന്നുള്ള ചിന്തകൾ, അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ അവരുടെ മനസ്സിൽ ഉള്ളത്. ഇപ്പോൾ അവരുടെ ഫോക്കസ് എന്താണെന്ന് നോക്കാം. അവർ പതുക്കെ കരിയറിലേക്കും അവരുടെ സക്സസ്സിലേക്കൊക്കെ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ബേബി സ്റ്റെപ്സാണ് അവർ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ജിമ്മിലൊക്കെ പോകണം, അല്ലെങ്കിൽ കുറച്ചുകൂടി ശരീരം ശ്രദ്ധിക്കണം, കുറച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള സ്വന്തം ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള, സെൽഫ് കെയറിന് വേണ്ടി, ലവിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങളുടെ പാർട്ട്ണർ ശ്രമിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇമോഷണൽ സിറ്റുവേഷൻ്റെ മുകളിൽ കുറച്ചുകൂടി കൺട്രോൾ കിട്ടാനായിട്ട്, അതായത് അവരുടെ വൈകാരികമായിട്ടുള്ള തകർന്നു പോവൽ, അതിന്
പുറത്ത് ഒരു കൺട്രോൾ കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഡെത്ത് കാർഡിൻ്റെ എനർജി നമുക്ക് കാണിക്കുന്നത് അവർ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിലാണ് ഉള്ളത് എന്നാണ്. മാനസികമായിട്ട് വലിയൊരു മാറ്റമാണ് അവർക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ചെറുതൊന്നുമല്ല, തീർച്ചയായിട്ടും ഒന്ന് വലിയ മാറ്റം തന്നെയാണ്. കാരണം ഇവിടെ വന്നിട്ടുള്ളത് എത്ര മേജർ അർക്കാനയാണെന്ന് നോക്കൂ. 1 2 3 4 5 മേജർ അർക്കാന വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് വലിയൊരു സ്പിരിച്വൽ ലെസനാണ് അവർക്ക് ഈ റിലേഷനിൽ നിന്നും കിട്ടിയിട്ടുള്ളത്. വലിയ വലിയ എനർജികളാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ലവേഴ്സ്, സൺ, ടെമ്പറൻസ്, എംപറർ, ഡെത്ത്. ഡെത്ത് കാർഡ് ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ കാർഡാണ്. ആ ട്രാൻസ്ഫോർമേഷൻ പീരീഡിലൂടെയാണ് അവരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇൻറ്റേർണലി അവർക്കൊരു വലിയൊരു ഷിഫ്റ്റ് ഉണ്ടാവുകയാണ്. അവർ പഠിക്കുകയാണ്. പാസ്റ്റിലെ കാര്യങ്ങളിൽ നിന്ന് മൂവ് ഓൺ ആകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ റിലേഷൻ അവരുടെ ഭാഗത്ത് തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുകയാണ് അവർ. ഇന്നതൊക്കെ ആയിരുന്നു എൻ്റെ തെറ്റുകൾ, ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു. ഈ റിലേഷൻ അവർക്ക് വലിയൊരു ലെസനാണ് കൊടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇമോഷണലി അവരൊരു റീബർത്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒട്ടും ഈസി ആയിട്ടുള്ള ഒരു ജേണി അല്ല അവരുടെ. ഇപ്പോൾ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേജ് തന്നെയാണ്. പതുക്കെ പതുക്കെ അവർ ഹീലിങ്ങിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഇനി ഒരു 3 മാസത്തിനുള്ളിൽ അവർ എന്തവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നോക്കാം. 10 ഓഫ് വാൻസ് ആണ്. അതൊരു പോസിറ്റീവ് എനർജി അല്ല. ഞാൻ മനസ്സിലാക്കുന്നത് അവരുടെ ഈ ട്രാൻസ്ഫോർമേഷൻ 3 മാസത്തിലധികം നീണ്ടു നിൽക്കും എന്നാണ്. കാരണം 3 മാസത്തിനുള്ളിൽ അവർക്ക് വരാൻ പോകുന്ന 10 ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. അവർ കരിയറിലേക്ക് ഒരുപക്ഷെ കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ ശ്രമിച്ച് ഒരുപാട് റെസ്പോൺസിബിലിറ്റികൾ ഏറ്റെടുത്ത് തലയിൽ വെക്കുന്നുണ്ടാവാം. അതിൻ്റെ ഒരു അമിതമായിട്ട് വർക്ക് ചെയ്യേണ്ട ഒരവസ്ഥ വരാം. ഈ ഒരു മാനസിക വിഷമത്തിൽ നിന്നും പുറത്ത് വരാൻ വേണ്ടിയിട്ട് അവർ ആവശ്യമില്ലാത്ത എല്ലാ കാര്യങ്ങളിലേക്കും പോയി തല വയ്ക്കുന്നുണ്ടാവാം. അവസാനം അതെല്ലാം ഒറ്റയ്ക്ക് തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരവസ്ഥ അവർക്ക് വന്നേക്കാം 3 മാസത്തിനുള്ളിൽ. അതൊക്കെ അവരുടെ ഹീലിങ്ങിൻ്റെ ഒരു പാതയാണ്. ഒരുപാട് റെസ്പോൺസിബിലിറ്റികളുള്ള ഹെവി ആയിട്ടുള്ള ഒരു ജേണിയാണ് അവർക്കിപ്പോൾ ഉള്ളത്. ഒരുപാട് പ്രഷർ അവർ സഹിക്കുന്നുണ്ട്. വർക്ക് സ്ട്രെസ് ആയിരിക്കാം, ജീവിതത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം, ഇമോഷണൽ ബേർഡൻ മാറിപ്പോവാത്തതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട് അവർക്ക്. ഇനി ഈ സമയത്ത് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു കാർഡ് പുൾ ചെയ്ത് നോക്കാം. ദ ഹൈ പ്രീസ്റ്റസ് ആണ്. വീണ്ടും ഒരു മേജർ അർക്കാന കാർഡാണ്. തീർച്ചയായിട്ടും എനിക്ക് ഉറപ്പുണ്ട് ഈ റിലേഷൻ നിങ്ങൾക്ക് 2 കൂട്ടർക്കും വലിയൊരു ലെസനാണ് തന്നിട്ടുള്ളത്. വളരെ വലിയ പെയിനിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരമായിരിക്കും നിങ്ങൾക്ക് 2 പേർക്കും. ഇത് സാധാരണഗതിയിലൊരു രഹസ്യത്തിൻ്റെ കാർഡാണ്. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ ഞാനിത് റിലേറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ഇൻറ്റ്യൂഷൻ എന്ന് പറഞ്ഞ ഒരു മീനിങ്ങുമായിട്ടാണ്. നിങ്ങൾ ഇനി ചെയ്യേണ്ടത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണോ പറയുന്നത് അത് കേൾക്കുക. ഈ എക്സിനോട് റീകണക്റ്റ് ചെയ്യാനാണ് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം. ഇനി അതല്ല, ഇത് വേണ്ട, ഈ റിലേഷൻ എനിക്ക് നല്ലതായിരുന്നില്ല, അതിനെ വിട്ടുകളയുകയാണ് വേണ്ടത് എന്നാണ് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നതെങ്കിൽ നിങ്ങൾ അതുപോലെ ചെയ്യുക. ഇമോഷൻ്റെ പുറത്ത് തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് ഒരു ക്ലാരിറ്റി കാർഡ് കൂടി എടുക്കാം. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്. വീണ്ടും അതേ ഒരു മീനിങ്ങിലാണ് വരുന്നത്. നിങ്ങളുടെ ഇമോഷണൽ ഹെൽത്തിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക. നിങ്ങൾ എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്ത് കാര്യത്തിലാണോ അതിൽ തുടർന്നും എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുക. റിസൾട്ട് കാണാൻ കുറച്ച് താമസമുണ്ടാകും, പക്ഷേ ക്ഷമ ഈ സമയത്ത് ആവശ്യമാണ്. നിങ്ങളിലേക്ക് എന്താണ് വരാൻ പോകുന്നത് എന്നുള്ള കാര്യം ഇപ്പോൾ യൂണിവേഴ്സ് മറച്ചു വച്ചിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള സമയം ആയിട്ടില്ല. നിങ്ങൾ ഈ സമയത്ത് ഇൻറ്റ്യൂഷൻ നിങ്ങളോട് എന്താണോ ചെയ്യാൻ പറയുന്നത് അത് ചെയ്യുക. ദയവേത് ഉടനെ തന്നെ അതിൻ്റെ റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കരുത്. കാരണം നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിട്ടുള്ളത്. ഇതൊരു സ്ലോ മൂവ്മെൻറ്റിൻ്റെ കാർഡാണ്. കാര്യങ്ങൾ കുറച്ച് സ്ലോ ആയിട്ട് മാത്രമേ നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് പോവുകയുള്ളൂ. അത് മനസ്സിലാക്കുക, അക്സെപ്റ്റ് ചെയ്യുക. ഈ സിറ്റുവേഷൻ നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. കാരണം ഇത്രയും മേജർ അർക്കാന വന്നിട്ടുള്ളത് കൊണ്ട് അത് യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് കൊണ്ടു തന്നിട്ടുള്ള ഒരു ലെസനാണ്. അതിന് നമുക്ക് അങ്ങനെ എളുപ്പത്തിൽ ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. യൂണിവേഴ്സിന് കാര്യങ്ങൾ വിട്ടുകൊടുക്കുക. പൂർണ്ണമായിട്ട് നിങ്ങൾ സറണ്ടർ ചെയ്യുക. നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ചെയ്യേണ്ടത് എന്താണോ അത് ചെയ്തുകൊണ്ടിരിക്കുക. മനസ്സ് കാമാക്കി വയ്ക്കുക എന്നുള്ളൊരു ഗൈഡൻസാണ് എനിക്ക് തരാനുള്ളത്. ഇത് റെസനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായി കമൻസിൽ മെൻഷൻ ചെയ്യുക. താങ്ക് യു. ഹലോ, ഫയൽ നമ്പർ 2 റീഡിംഗ് ആണ്. ടോപ്പിക് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ എക്സിൻ്റെ, നിങ്ങളെ വിട്ടുപോയിട്ടുള്ള പാർട്ട്ണറുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ ആണ്.
അവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അവരുടെ ഇപ്പോഴത്തെ ഇമോഷണൽ സ്റ്റേറ്റ് 9 ഓഫ് കപ്സ് ആണ്. ഇതൊരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ്റെ കാർഡാണ്. അവരുടേതായ ലോകത്ത് സ്വന്തം സന്തോഷം കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് നിങ്ങളുടെ പാർട്ട്ണർ ഉള്ളത് എന്നാണ് ഇവിടെ കാണുന്നത്. ഒരുപക്ഷെ അവർ ആ ബ്രേക്കപ്പിൻ്റെ ഒരു വേദനയിൽ നിന്നും പുറത്തു വരാനായിട്ട് നേരത്തെ അവർക്ക് സന്തോഷമുണ്ടായിരുന്ന കാര്യങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നുണ്ടായിരിക്കാം. അവരുടെ ഇപ്പോഴത്തെ ലൈഫ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് നൈറ്റ് ഓഫ് കപ്സ് ആണ്. അതായത് ഇമോഷണലി അവരിപ്പോഴും പൂർണ്ണമായിട്ടും മൂവ് ഓൺ ആയിട്ട് മാറിയിട്ടില്ല. സ്വന്തം ക്രിയേറ്റിവിറ്റിയിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. സാധാരണഗതിയിൽ ആ കാർഡിൻ്റെ മീനിങ് ഒരു റൊമാൻറ്റിക് കണക്ഷൻ സീക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ സ്പ്രെഡിൻ്റെ മൊത്തത്തിലുള്ള ഒരു എനർജി വെച്ച് നോക്കുമ്പോഴേക്കും അവർ ഇമോഷണൽ കമ്മിറ്റ്മെൻറ്റ്സിൻ്റെ കാര്യത്തിൽ കുറച്ചൊന്ന് സൂക്ഷിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. എടുത്തു ചാടി പുതിയ ബന്ധങ്ങളിലേക്കൊന്നും അവരിപ്പോൾ പോകാനായിട്ടുള്ള ചാൻസ് കാണുന്നില്ല. കാരണം അവർ ഹേർട്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഉടനെ തന്നെ വലിയൊരു കമ്മിറ്റ്മെൻറ്റിലേക്ക് പോകാനുള്ള മാനസികാവസ്ഥ അവർക്കില്ല. അവർ ഈ സമയത്ത് നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്ന് നോക്കാം. ഹാങ്ഡ് മാൻ്റെ എനർജിയാണ്. അവർ കാര്യങ്ങളെ മറ്റൊരു ആംഗിളിൽ കാണാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നാളുകൾക്ക് മുൻപ് വരെ അവർ പൂർണ്ണമായും വേദനയിലായിരുന്നു. അവിടെ നിന്ന് ഒരു സെൽഫ് റിക്കവറിക്ക് വേണ്ടിയിട്ട് കാര്യങ്ങളെ വേറൊരു ആംഗിളിൽ നിന്ന് കാണാൻ ശ്രമിക്കുകയാണ്. അവരുടെ വേദനകൾ പതുക്കെ പിന്നിൽ ഉപേക്ഷിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാർഡാണ്. അത് പൂർണ്ണമായിട്ടും സാധിച്ചിട്ടില്ല. അവരിപ്പോഴും കുറച്ചൊരു സ്റ്റക്ക് സ്റ്റേജിലാണ് ഉള്ളത്. എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യങ്ങൾ അവരിപ്പോഴും അത് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുമായി പരിചയപ്പെട്ടിട്ടുള്ള ആ സമയത്തെ തുടക്കകാലത്തുള്ള നിങ്ങളുടെ പാഷൻ, അട്രാക്ഷൻ അതൊക്കെ അവർ റിവൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യം ഉണ്ടായിരുന്ന ആ സ്പാർക്ക് എത്ര മനോഹരമായിരുന്നു എന്ന രീതിയിലുള്ള ചിന്തകൾ അവരുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അതിനർത്ഥം അവർ പൂർണ്ണമായിട്ട് മൂവ് ഓൺ ആയിട്ടില്ല. എന്നാൽ മൂവ് ഓൺ ആവാനായിട്ട് അവർ ട്രൈ ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ മൂൺ കാർഡ് ഒരു കൺഫ്യൂഷൻ്റെ, ഡിപ്രഷൻ്റെ, അൺസർട്ടനിറ്റി, അതായത് ഒരു ഉറപ്പില്ലായ്മയുടെയൊക്കെ കാർഡാണ്. അതായത് അവർ ശ്രമിക്കുന്നുണ്ട് മൂവ് ഓൺ ആവാനായിട്ട്, പക്ഷേ വലിയ രീതിയിലുള്ള ഒരു പുരോഗമനം അവർക്ക് ഉണ്ടായിട്ടില്ല. അൺക്ലിയർ ആയിട്ടുള്ള, വ്യക്തമല്ലാത്ത കുറേ കാര്യങ്ങൾ ഇപ്പോഴും അവരുടെ ലൈഫിലുണ്ട്. ഇമോഷണലി അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓവർ തിങ്കിങ് ഉണ്ട്. ഒരു പുതിയ തുടക്കം ഉണ്ടാകണം എന്നുള്ള ഒരു ആഗ്രഹം അവരുടെ മുന്നിലുണ്ട്. പക്ഷേ അതവർ മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കുന്നില്ല. അത് അവരുടെ തന്നെ ഒരു സ്റ്റെബിലിറ്റി ആയിരിക്കാം. ഇമോഷണലി ഒരുപാട് തകർന്നു പോയിട്ടുള്ള അവസ്ഥയിൽ നിന്നും പുറത്തു വരണം എന്നുള്ള ആഗ്രഹം അവർ മറ്റാരോടും കാണിക്കാനായിട്ട് ഇപ്പോൾ താല്പര്യപ്പെടുന്നില്ല. അവരുടെ ലൈഫ് ഒരു 3 മാസത്തിനുള്ളിൽ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നോക്കാം. അവർ ബന്ധങ്ങളിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, പെട്ടെന്നൊന്നും പുതിയ ബന്ധങ്ങളിൽ ചെന്ന് ചാടാനുള്ള സാധ്യതയില്ല. അവർ എല്ലാത്തിനോടും കുറച്ചൊരു അകലം പാലിച്ചാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇമോഷണലി അവർ സ്വയം ഒരു പ്രൊട്ടക്ഷൻ തീർത്ത് വെച്ചിട്ടുണ്ട് ചുറ്റും. ചില ലെസൺസ് പഠിച്ചിട്ടുണ്ട്. അത് മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കും അവർ മുന്നോട്ടിനി പോവുക. ഈ ഒരു അവസരത്തിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഗൈഡൻസ് കാർഡ് നമുക്ക് എടുക്കാം. പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നിങ്ങൾ പുതിയതായിട്ട് ഒരു ഗ്രൗണ്ടഡ്നെസ് കണ്ടുപിടിക്കണം എന്നുള്ളതാണ്. നിങ്ങളിപ്പോഴും ആ റിലേഷൻ്റെ ഓർമ്മകളിൽ പെട്ടുകിടക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് ഒരു മാറ്റം വരേണ്ട സമയം ആയിട്ടുണ്ട്. നിങ്ങളുടെ പാർട്ട്ണർ മൂവ് ഓൺ ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ട് ഈ കാർഡ്സിൽ നിന്ന്. നിങ്ങളോട് യൂണിവേഴ്സ് ഇപ്പോൾ ചെയ്യാൻ പറയുന്നത് പുതിയ ഒരു ഗ്രൗണ്ടഡ്നെസ് കണ്ടുപിടിക്കുക. ഇമോഷണലി ഒരു കൺട്രോളും ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ അവിടെ നിന്ന് തിരിച്ചു വരേണ്ട സമയമായിട്ടുണ്ട്. നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ കരിയറിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുക. എവിടെയോ നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ പാഷൻ, ഹോബീസ് ഒക്കെ തിരിച്ചെടുക്കുക. അതിനൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മൂവ് ഓൺ ആവാനായിട്ടുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നും തുടങ്ങുക എന്നുള്ളതാണ്. ഓൾറെഡി നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. അതങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഒരു ഗൈഡൻസ് കാർഡ് കൂടി നമുക്ക് എടുക്കാം. യൂണിവേഴ്സ്, വീൽ ഓഫ് ഫോർച്യൂൺ. അതായത് ഈ ആക്ഷൻ നിങ്ങൾ എടുക്കുക, അതിനുശേഷം യൂണിവേഴ്സ് നിങ്ങൾക്കായിട്ട് എന്തോ വച്ചിട്ടുണ്ട്. അത് സമയമാകുമ്പോൾ റിവീലായിട്ട് വരും എന്നുള്ളതാണ്. വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ മീനിങ് അങ്ങനെയാണ് നമ്മൾ പറയുക. സംതിങ് ഈസ് ഗെറ്റിംഗ് റെഡി ഫോർ യു. ചിലപ്പോൾ ഒരു പുതിയ റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കാം. ഈ ഒരു റിലേഷനിൽ നിന്നും നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്ന പാഠം നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ആക്ഷൻ നിങ്ങളിപ്പോൾ എടുക്കാൻ വില്ലിങ് ആണെങ്കിൽ, നിങ്ങളിലേക്ക് യൂണിവേഴ്സ് എന്തോ അവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇറ്റ്സ് ഗെറ്റിംഗ് റെഡി. വെൻ ഇറ്റ് ഈസ് ടൈം ഇറ്റ് വിൽ ബി സെൻഡ് ടു യു.
സമയമാകുമ്പോൾ നിങ്ങളിലേക്കത് അയക്കപ്പെടും. അത് സ്വീകരിക്കാൻ തയ്യാറായിട്ട് ഇരിക്കുക. ഓൾഡ് പാറ്റേൺസ് നിങ്ങൾ ബ്രേക്ക് ചെയ്ത് പുറത്തു വരിക. ഈ റീഡിംഗ് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ കമൻസിൽ മെൻഷൻ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്